ഇറാൻ US സംഘർഷം സമവായത്തിന്റെ എല്ലാ സാധ്യതകളും ഭേദിച്ച് സൈനിക നടപടിയിലേക്ക് പോകാൻ തയ്യാറെടുക്കുമ്പോൾ വീണ്ടും ചില സംഭവ വികാസങ്ങൾ ഓഹരി വിപണിയെ പിടിച്ചുകുലുക്കുന്നു അല്ലെങ്കിൽ അവിടെ പ്രതിഫലിക്കുന്നു എന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകർ വ്യക്തമാക്കിയിരിക്കുന്നത്. സമീപ മാസങ്ങളിലായി തന്നെ ഇറാൻ ഇസ്രായേൽ സംഘർഷം, അതേപോലെ ഇറാൻ US സംഘർഷം ഇതാകട്ടെ വലിയ രീതിയിൽ ഓഹരി വിപണിയെ ബാധിച്ചെങ്കിൽ പോലും അവ തിരിച്ചു പിടിക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. കഴിഞ്ഞ വാരം ഇന്ത്യൻ ഓഹരി വിപണി അത് വലിയ നേട്ടത്തോട് തന്നെയാണ് അവസാനിച്ചത്. സെൻസെക്സ് ആകട്ടെ 316.57 പോയിന്റ് ഉയർന്നുകൊണ്ട് ഏകദേശം 82 ലക്ഷത്തിലെത്തുകയും NFT ആകട്ടെ 116.9 പോയിന്റ് നേടിയെടുത്തു നിന്ന് അത് 25 ലക്ഷത്തിന് മീതെ എത്തുകയും ചെയ്തു. അതേപോലെ തന്നെ ബാങ്കിങ്, മെറ്റൽ, ഊർജ മേഖലയിലെ ഓഹരികളുടെ പ്രകടനമാകട്ടെ അത് വലിയ രീതിയിൽ കൂടുതലായി തന്നെ ഒരു തൂണ് പോലെ അവിടെ നിലയുറപ്പിച്ചതായും വ്യക്തമാക്കുന്നു. മികച്ച മൂന്നാം പാദഫലമാകട്ടെ അത് SBI, പഞ്ചാബ് നാഷണൽ ബാങ്ക് ഓഹരികളെ ഉയർത്തിക്കാട്ടുകയും എന്നാൽ മറ്റു ഓഹരികളെല്ലാം തന്നെ കൂടുതലായും അവിടെ വലിയ രീതിയിലൊരു ശതമാന ഇടിവ് സംഭവിച്ചതായും വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം 2 ദിവസത്തെ അവധിക്ക് ശേഷമാണ് ഇനി വീണ്ടും ഓഹരി വിപണി കൂടുതലായി തന്നെ ഒരു പച്ചക്കൊടി കാട്ടാൻ പോകുന്നത് എന്നതാണ് മറ്റൊരു വസ്തുത. ഇതിലൂടെ തന്നെ ഈ ഒരു വിപണി തുറക്കുമ്പോൾ കാത്തിരിക്കുന്നത് വമ്പൻ സംഭവ വികാസങ്ങൾ തന്നെയാണ്. ഇറാൻ ഇസ്രായേൽ സംഘർഷം ഒരു അയവ് പോലും ഇല്ലാതെ തന്നെ തുടരുകയാണ്. ഇത് വിപണിക്ക് കൂടുതൽ ആശങ്ക പകരുന്നതുമാണ്. അതിനിടയിൽ US സുപ്രീം കോടതി ട്രംപിന്റെ തീരുവ റദ്ദാക്കിയതിൽ പോലും വലിയ രീതിയിലുള്ള ആശ്വാസങ്ങൾ പങ്കിടുന്ന ഈ ഒരു വേളയിൽ പോലും ട്രംപ് ആകട്ടെ അവിടെ 10% നിന്നും 15% തന്നെ ടാരിഫ് ഉയർത്തിയതും ഓഹരി വിപണിയെ വലിയ രീതിയിൽ പിടിച്ചു കുലുക്കുന്നതായും തന്നെ വ്യക്തമാക്കുന്നുണ്ട്. മാത്രമല്ല നീണ്ട അവധി കഴിഞ്ഞെത്തുന്ന ഈ ഒരു സാഹചര്യത്തിൽ ചൈനീസ് വിപണികൾ പോലും വീണ്ടും തുറന്നുകൊണ്ട് നിർണായകമായ മാറ്റങ്ങൾ വരുത്താനുള്ള ശ്രമങ്ങൾ നടത്തി വരികയാണ്. ഇറാൻ US സംഘർഷം അത് സമവായത്തിൽ എത്താൻ സാധ്യതയുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ടെങ്കിൽ പോലും വലിയ രീതിയിൽ ഇപ്പോഴും ട്രംപ് ആകട്ടെ നില ഉറപ്പിച്ചുകൊണ്ട് യുദ്ധഭീഷണി തന്നെയാണ് മുഴക്കുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം ഒഴിവാക്കാനാവാത്തത് എന്നതായിരുന്നു ചില രാജ്യാന്തര മാധ്യമങ്ങൾ ഇതിനെ വിശേഷിപ്പിച്ചത്. ആണവ കരാറിൽ ഒപ്പിട്ടില്ല എങ്കിൽ ഇറാന്റെ പരമോന്നത നേതാവായ അയത്തുള്ള അലി ഖൊമേനിയും മകനെയും തന്നെ അവിടെ വധിക്കുമെന്ന് പോലും അതിൽ തങ്ങൾ തയ്യാറെടുക്കുകയാണ് എന്നതായിരുന്നു ചില അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ ഖൊമേനിയെ ലക്ഷ്യമിട്ടുള്ള ആക്രമണം അതൊരു ദൂരവ്യാപക പ്രത്യാഘാതം ഉണ്ടാക്കുമെന്ന് തന്നെയാണ് ഇറാന്റെ നിലപാടിൽ തന്നെ അവർ വ്യക്തമാക്കുന്നത്. അങ്ങനെ വന്നാൽ അമേരിക്കക്കെതിരെ തന്നെ ഒരു വിശുദ്ധ യുദ്ധത്തിന് പോലും ആഹ്വാനം ചെയ്യുമെന്നും ചില ഇറാൻ നേതാക്കൾ അവിടെ വ്യക്തമാക്കിയിരുന്നു. ഇറാനിലെ സർവകലാശാലകളിൽ വീണ്ടും വലിയ രീതിയിലുള്ള സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ തുടരുന്നതിനിടയിലാണ് ഇത്തരമൊരു റിപ്പോർട്ട് പുറത്തു വരുന്നത്. അതേസമയം പകര തീരുവയും പ്രതികാര തീരുവയും എല്ലാം റദ്ദാക്കിയ സുപ്രീം കോടതി വിധിയാകട്ടെ അത് മറികടക്കാൻ രാജ്യാന്തര തലത്തിൽ പോലും 10% തീരുവ ചുമത്താം എന്നതായിരുന്നു ട്രംപിന്റെ ആദ്യ പ്രഖ്യാപനം. പിന്നാലെ അത് 15% ഉയർത്തുകയും എന്നാൽ ഇതാകട്ടെ കൂടുതൽ മറ്റു രാജ്യങ്ങളെ പോലും പ്രതിസന്ധിയിലാക്കുന്ന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്നു എന്നതാണ് ചില വിവരണങ്ങൾ അല്ലെങ്കിൽ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ആയതിനാൽ തന്നെ ഇനി ട്രംപിന്റെ മുന്നോട്ടുള്ള നീക്കം എന്തായിരിക്കുമെന്നാണ് ഇപ്പോൾ ലോക രാജ്യങ്ങൾ ഒന്നടങ്കം തന്നെ ഉറ്റുനോക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.